ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടില്ലേ? മഹാനായ ഖലീലുള്ളയുടെ അടുത്തേക്കതാ അതിഥികൾ കയറി വരുന്നു. മനുഷ്യവേഷത്തിലാണ്. മനുഷ്യവേഷത്തിൽ കയറി വന്നപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലല്ലേ, അറിഞ്ഞോ ഈ വന്നത് മലക്കുകളാണ്, വേഷം മാറി വന്നതാണെന്ന് അറിഞ്ഞില്ല. തന്റെ വീട്ടിലേക്ക് വന്ന അതിഥികളാണെന്ന് ആ ഒരൊറ്റ ധാരണയിലതാ ഉടനെ ഭക്ഷണം തയ്യാറാക്കുന്നു. വന്ന വിരുന്നുകാർക്ക് മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നു. തിന്നാൻ ആവശ്യപ്പെടുന്നു. അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ല. കൈകൾ നീളുന്നില്ല. അപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഭയത്തോടുകൂടെ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ തിന്നാത്തത്? അപ്പോഴല്ലേ അവര് പറയുന്നത്, ഞങ്ങൾ മനുഷ്യരല്ല, ഞങ്ങൾ ഇതാ ഒരു നാട്ടിലേക്ക് നിയുക്തരായ അല്ലാഹുവിന്റെ റസൂലുകളാണ്, അഥവാ മലക്കുകളാണ് എന്ന നിലക്ക് സംസാരിച്ചപ്പോഴല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാമിന് കാര്യം മനസ്സിലാകുന്നത്. എന്തേ അതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ പറയുമ്പോഴും പറയപ്പെടാത്തതെന്ത്? ഇബ്രാഹിം അലൈഹിസ്സലാമിന് വന്നവരുടെ മനസ്സറിഞ്ഞോ? വന്നത് മലക്കുകളാണെന്നറിഞ്ഞോ? പറയുന്നതിന്റെ വിശദീകരിക്കുന്നതിന്റെ മുമ്പ് അറിഞ്ഞോ? മുസ്ലിയാർ ഇവിടെ അതിനെപ്പറ്റി കാമ എന്ന് മിണ്ടിയിട്ടില്ല. മാത്രമല്ല മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് മദീനയിൽ അപവാദ പ്രചരണം കൊടുമ്പിരിക്കൊണ്ടതിനെ സംബന്ധിച്ചുള്ള സംഭവം നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അതാ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് അപരാധം ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടല്ലോ. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചും സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ സംബന്ധിച്ചും ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില ആരോപണങ്ങൾ മുനാഫിക്കീങ്ങൾ ഉന്നയിച്ചില്ലേ? ആ സംഗതിയുടെ നിജസ്ഥിതി അറിയാതെ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പല സഹാബിമാരെ പോലും സംശയിച്ചു പോയി. നബി തങ്ങളുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയെ സംബന്ധിച്ച്, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ പോലും ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു പോയി എന്ന് വരെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. മാത്രമല്ല നിങ്ങളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയതുകൂടെ ഞാൻ വായിക്കട്ടെ. ഞാൻ പറയുകയല്ല, കേട്ടോളൂ. നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കിക്കോ. ഈ സംഭവത്തെ ചൊല്ലി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന കപടവിശ്വാസിയുടെ നേതൃത്വത്തിൽ ആയിഷക്കെതിരെ ഒരു അപവാദ കഥ പ്രചരിപ്പിച്ചു. അറിഞ്ഞും അറിയാതെയും വിശ്വാസികൾക്കിടയിൽ ഇത് സംസാര വിഷയമായി. ഇതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ആയിഷ റളിയല്ലാഹു അൻഹയെ സംശയിച്ചു പോയി. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇത് നമ്മൾ പറഞ്ഞതല്ല, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നതാണ്. സഹാബത്തിൽ ചിലരൊക്കെ സംശയിച്ചു പോയി. ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്കൊന്ന് തോന്നിയത്, അങ്ങനെ ഒരു ചെറിയ സംശയമെങ്കിലും തോന്നിയത് മറഞ്ഞ കാര്യം അറിയാത്തത് കൊണ്ടല്ലേ? അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിന്റെ തെളിവല്ലേ? ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹാ കൂടാരത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ആ കൂടാരവുമായി കൊണ്ട് ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി പോരുമ്പോ സഹാബിമാരെ യാത്രയായത്? ഉമ്മാക്കും മനസ്സിലായില്ലല്ലോ ഇവര് പോയിട്ടുണ്ടെന്ന്. എത്രയെത്ര കാര്യങ്ങൾ അതിലുണ്ട്. മുസ്ലിയാർ അതിനെ സംബന്ധിച്ച് അന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. മാത്രമല്ല അതൊക്കെ